ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഒറ്റപ്പാലം നഗരസഭ 33-ാം വാർഡിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഒറ്റപ്പാലം നഗരസഭ 33-ാം വാർഡിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. വാർഡിൽ സമഗ്ര ശുചിത്വം ലക്ഷ്യമാക്കി നാട്ടുകാരുടെയും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരുടെയും സഹകരണത്തോടെ വ്യാപകമായ ഡ്രെയിനേജ് ശുചീകരണ പ്രവർത്തനങ്ങളാണ് തോട്ടക്കര പോസ്റ്റ് ഓഫീസ് വാർഡിൽ ഇന്നലെ നടന്നത്. ദീർഘകാലമായി പരിപാലനമില്ലാതെ അഴുക്കും തടസ്സവും സൃഷ്ടിച്ചിരുന്ന പ്രദേശങ്ങൾ മുൻഗണനാപൂർവ്വം ശുചീകരിച്ചതായി കൗൺസിലർ അറിയിച്ചു. പ്രദേശവാസികളുടെ സജീവ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നുവെന്നും കൂട്ടായ പരിശ്രമത്തിലൂടെ വാർഡിനെ ശുചിത്വവും ക്രമസമാധാനവും പുലർത്തുന്ന മാതൃകാ പ്രദേശമായി മാറ്റാനാകുമെന്ന് കൗൺസിലർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മാത്തൂർ മന റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി. വാർഡിലെ ചില റോഡുകളുടെ അരികിൽ അപകടകരമായി നിലനിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിച്ചതായും അടിയന്തര നടപടി പ്രതീക്ഷിക്കുന്നതായും കൗൺസിലർ വ്യക്തമാക്കി. വീടുകളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെ നിർമ്മാണ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്ക് 10,000 രൂപ പിഴ ഈടാക്കുന്നതായും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വാർഡ് തലത്തിൽ മാസത്തിലൊരിക്കൽ സേവനവാരം മാതൃകയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള പദ്ധതിയുണ്ടെന്നും ഓരോ റോഡിലും പ്രദേശവാസികളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന കൗൺസിലർ ജയശങ്കർ അഭ്യർത്ഥിച്ചു. വാർഡിന്റെ ശുചിത്വവും പരിപാലനവും സമൂഹത്തിന്റെ സംയുക്ത ഉത്തരവാദിത്തമാണെന്ന സന്ദേശത്തോടെയാണ് പരിപാടി സമാപിച്ചത്.